ആസ് എൻ MLA സ്ത്രീക്ക് വരുന്ന ഒരു വെല്ലുവിളി അല്ലെ ചാലഞ്ചസ് ഒക്കെ എന്തായിരിക്കും? അങ്ങനെ ഉണ്ടോ? ഈ കാലത്ത് സ്ത്രീക്കും പുരുഷനും ഒക്കെ ചാലഞ്ചസ് ആണ്. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, ആർക്കും ആരെയും എന്തും പറയാം എന്നുള്ള, അതായത് ഒരു കടിഞ്ഞാണും ഇല്ലല്ലോ. പിന്നെ ഈ ഫേസ് ഇല്ലാതെ വന്നിരിക്കുന്നവർ, ഫേസ് ഇല്ല, പിന്നെ അവരവരുടെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആൾക്കാരെ ചീത്ത വിളിക്കുന്നത്, അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട്. പിന്നെ അവർക്ക് പറയേണ്ടത് പലരിലൂടെ പറയിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച്. പിന്നെ നല്ലത് പറയുന്നതിനേക്കാൾ കൂടുതൽ മോശം ക്യാമ്പയിൻ ഉണ്ടാക്കി, നെഗറ്റീവ് ക്യാമ്പയിൻ, നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അതൊക്കെ ഈ കാലത്ത് പൊളിറ്റീഷ്യൻസ് അല്ല, എല്ലാ മേഖലയിലുള്ള മനുഷ്യർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതിനൊക്കെ ഒരു കൺട്രോളൊക്കെ വരുന്നത് നല്ലതാണ്. നമുക്കതൊരു നിയമം പോലെ ആക്കുവോ, അല്ലെങ്കിൽ ഒരാളെ ഒരു മാനസികമായിട്ട് തകർക്കുക എന്ന് പറയുന്ന സംതിങ് ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം കേരളത്തിലെ CM-നെ അടക്കം ചില സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം അവരൊക്കെ ബോൾഡായിട്ടുള്ള മനുഷ്യരാണ്, പക്ഷേ അവരുടെ വീട്ടിലും മനുഷ്യരില്ലേ, കൊച്ചുകുട്ടികളില്ലേ, കാണില്ലേ, ഇതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മളെയൊക്കെ തന്നെ അങ്ങനെ പലപ്പോഴും അറ്റാക്ക്, പക്ഷെ അതാരും ജെനുവിനായ മുഖമുള്ള മനുഷ്യരല്ല, അതൊക്കെ ഇൻവിസിബിൾ ആണ്. അപ്പോൾ ഇൻവിസിബിളിനെ നമ്മൾ നോക്കണോ വേണ്ടയോ എന്നൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ലിവ് ഇറ്റ്, പോട്ടെ എന്ന് കരുതാം.